നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചിക്കൻ ബിരിയാണി ഹോട്ടൽ രുചിയിൽ വീട്ടിൽ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും അറിയിക്കണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയ ചിക്കൻ ബിരിയാണി എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണമെന്ന് ആരും പറയില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 750 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജീരകശാല അരിയാണ്. അപ്പോൾ ഇത് ജോക്കർ എന്ന് പറഞ്ഞ അരിയാണ് കേട്ടോ. അതുപോലെ ഫിർദൗസ് അങ്ങനെയുള്ള അരികളൊക്കെ പറ്റും ഇതിന് ബിരിയാണി ഉണ്ടാക്കാൻ. അതുപോലെ കൈമ റൈസും പറ്റും. ഇത് കൈമ റൈസ് കുറച്ച് വില കൂടും. അപ്പോൾ നമ്മൾ സാധാ ബിരിയാണി വെക്കുന്ന അരി തന്നെയാണ് ഇട്ടത്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചിട്ടുള്ളത്. 1/2 കിലോ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നൈസാക്കി അരിഞ്ഞെടുക്കാം. ഉള്ളി മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 20 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചതച്ചെടുക്കണം. 20 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചതച്ചെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം ചതച്ചെടുത്തു കേട്ടോ. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിയാം. അതേപോലെ 50 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. നൂറ് ഗ്രാം മല്ലിച്ചപ്പ് പുതിന ഒരുമിച്ച് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 4 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതി. നമുക്കത് നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം. അതിൽ കൂടുതൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ഏത് പാത്രത്തിലാണോ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കാം. അതിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച 1/2 കിലോ ഉള്ളി, അതിലൊരു 200 ഗ്രാം ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 20 ഗ്രാം ഇഞ്ചി, 20 ഗ്രാം വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നടുവെ കീറിയതിട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞെടുത്തത് ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, തക്കോലം ഒക്കെ കൂട്ടി നമ്മൾ വീട്ടിൽ പൊടിച്ചാണ് കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 1 നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. കുരുപെടാതെ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിന് കറക്റ്റ് അളവിനാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പിൻ്റെ അളവ് വരെ കറക്റ്റാക്കി പറയുന്നത്. ഇനി കൈ വെച്ച് നല്ലവണ്ണം തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ ഇത് വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി നല്ല രുചിയിൽ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏകദേശം കോഴിക്കോട് സ്റ്റൈല് ഒരു ബിരിയാണി ആയിട്ടാണ് ഇത് കിട്ടുക.
അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാനുള്ള രീതിയിലേക്കാണ്. ചിക്കൻ പൊരിക്കാതെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നന്നായിട്ട് മസാലകളൊക്കെ കൂട്ടി തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി അത് അരി വേവുന്ന വരെ നമുക്ക് റെസ്റ്റിന് വെക്കാം. ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുണ്ട്. അതിലേക്ക് 300 ഗ്രാം അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടു. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. അത് ഉള്ളി ഏകദേശം ആയി, നമുക്ക് കോരി മാറ്റാം. ഈ ഒരു രൂപത്തിൽ ആവണം. മൊത്തം ഉള്ളി കോരിയെടുത്തു. ഇനി ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇതേപോലെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ അതൊന്ന് ക്രിസ്പി ആയിട്ട് വരും. ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. 50 ഗ്രാം മുന്തിരി, ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബോളായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് കോരി എടുക്കാം. അരി വേവിക്കാനുള്ള വെള്ളം നമുക്ക് വെക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്, അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം. 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 8-10 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 4-5 ഏലക്കായി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. 750 ഗ്രാം അരിയാണ്. കഴുകി വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തു. ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 വട്ടം തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ചോറ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. ചോറ് മൊത്തം ഊറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ റെസ്റ്റിന് വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്ത എണ്ണ ഇത് പറഞ്ഞു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇട്ടത്. നെയ്യ് ഒഴിച്ചെടുക്കാം. ഞാൻ RKG ആണ് ഒഴിക്കുന്നത്. ഏത് നെയ്യാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ഇതിലേക്ക് ഒഴിക്കാം. 50 ഗ്രാമുണ്ട്. ഒരു 40 ഗ്രാമോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സിമ്പിളായിട്ട് ബിരിയാണി വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാനുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത ഉള്ളി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഒരു ലെയർ ചോറ് ആദ്യം ഇട്ടിട്ടുണ്ടോ ചെയ്യണത്. കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം വറുത്തത്. അതേപോലെ അണ്ടിപ്പരിപ്പ് കുറച്ച് വറുത്തത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പകുതിയാണ് ഇട്ടിട്ട് കൊടുക്കണം എല്ലാതും. മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. പുതിന അരിഞ്ഞത്, ഉള്ളി വറുത്തത് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല തേച്ച് വെച്ചതായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് ചോറ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ചിട്ട് 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ നല്ല വെന്ത് അതിൻ്റെ ആവിയൊക്കെ ചോറിലേക്ക് കയറി നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു 10 ഗ്രാം RKG ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ്. അപ്പോൾ ഏത് നെയ്യാലും കുഴപ്പമില്ല. കുറച്ച് സൺഫ്ലവർ ഓയിലും മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, മതി. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സ്റ്റവ് കത്തിച്ച് നമുക്കിത് 20 മിനിറ്റോളം വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം 30 മിനിറ്റോളമായി. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റിന് ഇതേപോലെ വെക്കട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. നമ്മുടെ ബിരിയാണി തീ ഓഫാക്കിയതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ലാട്ടോ വരുന്നത്. നമ്മുടെ ബിരിയാണി ഉഷാറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുണ്ടോ? ചിക്കനൊക്കെ നല്ല അടിപൊളി വെന്ത് ബിരിയാണി ഉഷാറായി വന്നിട്ടോ. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്താ സ്മെല്ല് അറിയും. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയൊക്കെ നല്ല വെന്ത് ഉണ്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാവും. സൂപ്പറായി വെന്തിട്ടോ നമ്മുടെ ബിരിയാണി, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ കോഴിക്കോടൻ ബിരിയാണി കഴിക്കണ അതേ രുചിയാണ് ഇതിന്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.